ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. കർണാടകയിലെ ഉൾഗ്രാമത്തിലൂടെ കൃഷിയിടങ്ങളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ വൈക്കോല് ഉണക്കാനിടുന്ന മാതിരി റോഡിന്റെ നടുവിൽ ഒരു സംഭവം കണ്ടത്. നോക്കുമ്പോൾ അത് വൈക്കോലല്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ ഞങ്ങൾ വണ്ടി നിർത്തി. എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ. പെട്ടെന്ന് നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലായില്ല. സാധാരണയായിട്ട് ചെറുപയറോ കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ സാധനം കൊണ്ട് തലച്ചുമടായിട്ട് കൃഷിയിടത്തു നിന്ന് ഒരാൾ കയറി വരുന്നുണ്ട്. എന്തായാലും അയാളോട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഇത് കടലയാണ് സംഭവം. ഞങ്ങൾ ഊഹിച്ചത് തന്നെ, കടലയാണ്. ഇതിങ്ങനെ റോഡിലിട്ട് ഉണക്കിയെടുക്കുമ്പോൾ ഇതിന്റെ മേലെ കൂടെ വണ്ടികളൊക്കെ കയറി ഇറങ്ങി കടല ഈ തൊണ്ടിൽ നിന്നും വേർതിരിഞ്ഞ് റോഡിൽ കിടക്കും, താഴെ കിടക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് ഇവർ പറഞ്ഞത്. ഇനി അഥവാ വണ്ടികളൊക്കെ കുറവാണെങ്കിൽ ട്രാക്ടറോ അങ്ങനെ എന്തെങ്കിലും ഇവരത്തെ മെഷീനുകൾ ഉണ്ടാവും. അത് വെച്ചിട്ട് ഇതിന്റെ മേലെ കൂടെ ഓടിച്ചിട്ട് ഈ കടല വേർതിരിച്ചെടുക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്. ഏതായാലും ഞങ്ങള് ഇത് കൊണ്ടുവന്ന വഴിയിലൂടെ കുറച്ചങ്ങോട്ട് ഇതിന്റെ കൃഷിപ്പാടം കാണാനും വേണ്ടി അങ്ങോട്ട് നടന്നു. പക്ഷെ ഞങ്ങൾക്ക് വേറെ സംഭവം അവിടെ കണ്ടത്. ഇത് അയാൾ കൊണ്ടുവന്ന സാധനമല്ല, ഇത് പയറാണ്, വൻപയർ. ഇത് ഉണങ്ങി വരുന്നതേ ഉള്ളൂ. കേരളത്തിലുള്ള നമുക്ക് കർണാടകയിലെ കൃഷിപ്പാടങ്ങളൊക്കെ കാണുമ്പോൾ അത്ഭുതമാണ് കേട്ടോ. ഇത്രയും ഏക്കർ കണക്കിന് ഭൂമിയിലാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഉഴുതു മറിച്ചിട്ട പാടങ്ങളാണ്. അടുത്ത കൃഷി ഇറക്കാനുള്ള സമയമായി. ഒരു കൃഷി കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്കും വേണ്ടി ഉഴുതു മറിച്ചിട്ടതാണ്. അത്രയും ഏക്കർ കണക്കിന് ഭൂമിയിലാണ് ഇവർ കൃഷി ചെയ്യുന്നതൊക്കെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പയറാണ്. ഞാനതിന്റെ ഒന്ന് എടുത്തൊന്ന് പൊട്ടിച്ചു നോക്കി. ഇതാ വൻപയർ. കുറച്ചു നേരം ആ കൃഷിയിടത്തിലൊക്കെ സമയം ചെലവഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ നമ്മളിപ്പോൾ കണ്ട അതേ വൻപയർ റോഡിൽ ഉണക്കാനിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു മാറ്റം എന്താന്ന് വെച്ചാൽ കടല അവർ ഉണക്കാനിട്ടത് മൊത്തം ചെടി പറിച്ചു കൊണ്ടുവന്നിട്ടായിരുന്നു. പക്ഷെ ഇത് ഇവർ ഈ പയർ മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ മേലെ കൂടെ വണ്ടി കയറുമ്പോൾ ഇത് കണ്ടില്ലേ, താഴെ കിടക്കും. ഇത് പൊട്ടി പയർ നേരെ റോഡിൽ താഴെ കിടക്കും. അങ്ങനെ ഇത് മൊത്തം മാറ്റിയിട്ടായിരിക്കും എടുക്കുന്നത്. അത് കണ്ടിട്ടില്ല. അഥവാ റോഡിലൂടെ വണ്ടികളൊക്കെ കുറവാണെങ്കിൽ ഇവര് സ്വന്തമായിട്ട് ട്രാക്ടർ ഉണ്ട്. ഇതാ കണ്ടില്ലേ, ട്രാക്ടർ. ഇത് വെച്ചിട്ടാണ് ഇവരിത് വേർതിരിച്ചെടുക്കുന്നത്. ഇതിന്റെ മേലെ കൂടെ ട്രാക്ടർ കെട്ടി ഇറക്കും. അങ്ങനെ ഇതാ കണ്ടില്ലേ, പരിപ്പ്. ഇങ്ങനെ ഇതിന്റെ പരിപ്പ് കിട്ടും. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഇതേ രൂപത്തിൽ വേറൊരു സംഭവം ആ റൂട്ടിലുണ്ട്. തടിമില്ലിലൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റില്ലേ, പൊടി, അതാണെന്ന് ആദ്യം വിചാരിച്ചത്. അത് റോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ശരിക്കും നോക്കിയപ്പോൾ അതല്ല. അപ്പൊ എന്താണെന്ന് അറിയാൻ വീണ്ടും വണ്ടി നിർത്തി നോക്കി. ഇതും അതേ രീതിയിലുള്ള എന്താണ്, പക്ഷെ പറ്റ ചെറുതാണ്, മനസ്സിലായില്ല. ശരിക്കും നോക്കിയപ്പോഴാണ് ആദ്യം വിചാരിച്ച് ഞങ്ങൾ കടുകാണെന്ന്. ചെറിയ പരിപ്പുണ്ട്. പിന്നെയാണ് മനസ്സിലായത് ഇത് റാഗിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എത്തുന്ന റാഗി. അതിന്റെ ഒരു പ്രോസസ്സിനും വേണ്ടി ഇവര് റോട്ടിൽ ഇതേ രീതിയിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കണ്ടില്ലേ,
ഏതായാലും ഞങ്ങൾ ഇതൊക്കെ കണ്ട് അവിടുന്നും യാത്ര തുടർന്നു. ഇത് ഏകദേശം ഒരു 11 മണിയാവുമ്പോഴായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇതേ റൂട്ടിൽ തിരിച്ച് വരുമ്പോൾ ഉച്ചക്ക് ശേഷം, അതായത് ഒരു വൈകുന്നേരം ഒരു 3-4 മണിയായപ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ട റാഗിയുള്ള സ്ഥലത്ത് ഇവരിത് വാരിക്കൂട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ വണ്ടി നിർത്തി നോക്കി എങ്ങനെയാണ് ഇവരിത് വേർതിരിച്ചെടുക്കുന്നത് എന്ന് നമുക്ക് അറിയണമല്ലോ. നന്നാക്കണം. ഓക്കെ. അപ്പോഴാണ് ഞാൻ അവിടെ ഒരു അരിപ്പ കണ്ടത്. അപ്പൊ മനസ്സിലായി ഇതിലിട്ടിട്ട് അരിച്ചെടുക്കായിരിക്കും. പക്ഷെ അല്ല, ഇവര് ചെയ്യുന്നത് കണ്ടില്ലേ, കാറ്റിനനുസരിച്ച് നമ്മളെ നാട്ടിലൊക്കെ വയലില് നെല്ലും പതിരും വേർതിരിച്ചെടുക്കുന്ന അതേ രീതി, അതേ പ്രോസസ്സ് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. നല്ല കാറ്റുണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യും. അപ്പം അതിന്റെ പൊടികളൊക്കെ മാറി പരിപ്പ് നേരെ താഴോട്ട് വീഴും. അതന്നെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. നമ്മുടെ നാട്ടിലൊക്കെ കാറ്റില്ലെങ്കിൽ നമ്മൾ ഫാൻ വെച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ട കടലയും വൻപയറും ഉള്ള സ്ഥലത്തും ഇവർ ഇതേ പ്രോസസ്സിൽ തന്നെയാണ് കേട്ടോ ഇത് വേർതിരിച്ചെടുക്കുന്നത്. കാറ്റിന് അഭിമുഖമായിട്ട് നിന്ന് ഇങ്ങനെ ചെയ്യും. ഈ ഒരു കടലയും പരിപ്പും ഒക്കെയാണ് നമുക്ക് പാക്കറ്റിലാക്കിയിട്ട് നാട്ടിൽ കിട്ടുന്നത്. അപ്പൊ കുറച്ച് കല്ലൊക്കെ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഇവർ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. റാഗിപ്പൊടി കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഏതായാലും പാവപ്പെട്ട തൊഴിലാളികളല്ലേ, ഒന്നും പറയണ്ട. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.